നമസ്കാരം. തിരുവനന്തപുരം ഇന്നർവീൽ ബ്ലോസം ക്ലബ്ബ് പ്രസിഡന്റ് അനുപമ, അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. അവരുടെ പിതാവിൻ്റെ പേര് മാധവൻ എന്നാണ്. അവരുടെ വീട്ടുപേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൃത്യമായിട്ട്. അവരെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ച ഞാൻ വിശദീകരിച്ചിരുന്നു. അവർക്ക് പ്രധാന പണി എന്ന് പറയുന്നത് റോട്ടറി ക്ലബിലും JCM ക്ലബിലും അതേപോലെ ഇന്നർവീൽ ക്ലബിലൊക്കെ പ്രവർത്തിച്ച് അവരുടെ വാക്സാമർത്ഥ്യവും സൗന്ദര്യവും ഉപയോഗിച്ച് പുരുഷ കേസരികളായ യുവാക്കളെ വലയിൽ വീഴ്ത്തി, കോടീശ്വരന്മാരെ വലയിൽ വീഴ്ത്തുകയും എന്നിട്ട് അവരുടെ വീഡിയോകളൊക്കെ എടുക്കുകയും അതുപയോഗിച്ച് ഹണി ട്രാപ്പ് ഉൾപ്പെടുത്തി കോടികൾ തട്ടിയെടുക്കുകയുമാണ് അവരുടെ പ്രധാനപ്പെട്ട പണി. അവർക്കെതിരെ ഏഴുകോൺ പോലീസ് എടുത്ത കേസിൻ്റെ വിവരങ്ങളാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുള്ളത്. അതിനവർ ഉപയോഗിച്ചിട്ടുള്ളത് ഉന്നതനായൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ്. നമുക്കറിയാം ADGP വിജയൻ. നമുക്കറിയാം ADGP വിജയൻ എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസിലെ ഏറ്റവും ശ്രേഷ്ഠനായ, മാന്യനായ, സത്യസന്ധനായ, ഒരു വലയിലും വിടാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഞാൻ പഠിച്ച പന്തീരങ്കാവ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അദ്ദേഹം അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചിട്ടാണ് ഈ പോലീസ് സേനയിൽ ഉന്നത സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. മുമ്പ് അതേ സ്ഥാനത്തുണ്ടായിരുന്ന ADGP അജിത് കുമാർ നടത്തിയ തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ക്രൈം തന്നെ ധാരാളം പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പിണറായി വിജയന് വേണ്ടി എന്ത് വൃത്തികേട് കാണിക്കുന്നതിലും അധികം ഒരു മടിയുണ്ടായിരുന്നില്ല. എന്നെ തന്നെ കള്ളക്കേസിൽ കുടുക്കി എന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർക്കാനും, അതേപോലെ എൻ്റെ ഓഫീസ് റെയ്ഡ് അന്യായമായി എൻ്റെ ഓഫീസ് റെയ്ഡ് എൻ്റെ വീട് റെയ്ഡ് ചെയ്യാനും, അതേപോലെ അർദ്ധരാത്രി കൊണ്ട് ഹാജരാക്കാനും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനും ഒക്കെയുള്ള പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം ADGP അജിത് കുമാർ പ്രവർത്തിച്ചതിൻ്റെ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്. മാത്രമല്ല അദ്ദേഹം സരിതാ നായരുമായിട്ട് ഇല്ലീഗൽ ബന്ധത്തിലായിരുന്നു. സരിതാ നായർ അവരെ ക്യാമ്പ് ഹൗസിൽ കൊണ്ടുപോവുകയും സരിതാ നായരുമായി സെക്ഷലി ബന്ധപ്പെട്ടു എന്ന് സരിതാ നായരുടെ 21 പേജുള്ള കുറിപ്പിൽ തന്നെയുണ്ട്. മാത്രമല്ല നമുക്കറിയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കാനിടയായ തൃശ്ശൂർ പൂരം അട്ടിമറിയിൽ ഒന്നാം പ്രതി യഥാർത്ഥത്തിൽ ആരാണ്? അജിത് കുമാറാണ്. എന്തിന്? പാലക്കാട് HRDS ഓഫീസിൽ ഒരു കള്ളക്കേസ് എടുത്ത് അതിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അജയ് കൃഷ്ണയെ അറസ്റ്റ് ചെയ്തതും ഭീഷണിപ്പെടുത്തി, സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തി പിണറായി വിജയനെതിരെയുള്ള തെളിവുകൾ കംപ്ലീറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു പത്രപ്രവർത്തകനെ അയച്ചതും ഈ അജിത് കുമാറാണ്. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു പോലീസ് സേനയിൽ ഇരുത്താൻ പറ്റുന്ന ഒരാളായില്ലായിരുന്നു. എന്തായാലും ഈ ഗവൺമെൻറ് വന്ന ശേഷം രമേശ് ചെന്നിത്തല ചെയ്ത ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറെ, എല്ലാവർക്കും മാതൃകയായ ഒരു പോലീസ് ഓഫീസറെ ADGP ആയി നിയമിച്ചു, ലോ ആൻഡ് ഓർഡറിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്താണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഏതൊന്ന് ഇന്നർവീൽ ക്ലബിൻ്റെയും റോട്ടറി ക്ലബിൻ്റെയൊക്കെ പേരിലുള്ള ബന്ധം ഉപയോഗിച്ച് വിജയനുമായുള്ള ബന്ധം എപ്പോഴെങ്കിലും കണ്ട പരിചയമോ അല്ലെങ്കിൽ നേരിട്ടുള്ള ക്ഷണിച്ചുള്ള പരിചയമോ ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ചിട്ടാണ് പല ഹണി ട്രാപ്പുകൾ ഇദ്ദേഹം ഇവർ നടത്തുന്നത് എന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത്. പലരിൽ നിന്നും പല കോടീശ്വരന്മാരെയാണ് വലയിൽ വീഴ്ത്തിയിട്ടുള്ളത്. അതായത് ഈ ഇന്നർവീൽ ക്ലബിലും റോട്ടറി ക്ലബിലും വരുന്ന ആളുകളെല്ലാം സൊസൈറ്റിയിലെ ഏറ്റവും പേരും പ്രശസ്തിയും അതേപോലെ സാമ്പത്തികമായി ഉയർന്ന ബിസിനസ്സുകാരാണ്. ആ ബിസിനസ്സുകാരെ ഊറ്റിയെടുത്ത് അവരെ പറ്റിക്കുകയും ഹണി ട്രാപ്പിൽ പെടുത്തുകയും ആണ് ഇവർ ചെയ്യുന്നത്. സ്നേഹം നടിക്കുക, ഭർത്താവ് ഗൾഫിലാണെന്ന് പറയുക, ഇവിടെ വേറെ ആരുമില്ല, എനിക്ക് സ്നേഹം തരാൻ ആരുമില്ല എന്ന് പറയുക, ഉടനെ തന്നെ പരിചയപ്പെട്ട ഉടനെ I love you എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുക, പിന്നെ സ്ഥിരമായി നീയല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുക. അങ്ങനെ ബന്ധം മുറുക്കി അവരെ കയ്യിലുള്ള എല്ലാം ഊറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് അനുപമയ്ക്കുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ത്രീകളും ഈ വിധത്തിൽ പണം തട്ടുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾക്ക് ഇന്ന് തന്നെ എനിക്ക് രാവിലെ കിട്ടിയിട്ടുള്ളത് കോതമംഗലം സ്വദേശിയായ ഒരു ലേഡി ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ജനറൽ മാനേജർ ഇരുന്ന ഒരാളിൽ നിന്ന് 1,07,00,000 രൂപ തട്ടിയതിൻ്റെ രേഖകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ പോകാം. ഞാൻ ആദ്യം തന്നെ അവർ തന്നെ ഈ പറയുന്ന അനുപമ തന്നെ ADGP വിജയൻ്റെ പേര് പറയുന്ന വീഡിയോ ആണ് ഞാൻ ഫോൺ സംഭാഷണമാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതായത് ADGP വിജയൻ്റെ പേര് പറഞ്ഞ് പോലീസ് സ്റ്റേഷനുകളിൽ സാറ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭാഷണമാണ് ഞാൻ പുറത്തുവിടുന്നത്. ഇതെന്തായാലും ഇവരറിയാതെ ഈ ഫോൺ സംഭാഷണം എനിക്ക് കിട്ടില്ലല്ലോ. അവർ സംസാരിച്ച ഫോൺ സംഭാഷണം കിട്ടണമെങ്കിൽ അവർ തന്നെ പലതിനും ഉപയോഗിച്ചിട്ടാണല്ലോ. നമുക്കതൊന്ന് കേൾക്കാം. 2 ഫോൺ സംഭാഷണമാണ്. വിജയൻ സാറ് ഓൾറെഡി കംപ്ലൈൻറ്റ് കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ FIR ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അതും സാറ് കമ്മീഷണർക്ക് അയച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെത് വലിയ ഇതായിട്ട് നോക്കണ്ട, എന്താണെന്ന് വെച്ചാൽ ആയിക്കോളും എന്നാണ് പറഞ്ഞേക്കുന്നത്, കൺസേൺ ആവണ്ടെന്ന് പറഞ്ഞു. കേട്ടല്ലോ, ഇതിൽ ADGP വിജയൻ്റെ പേര് കൃത്യമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് സത്യമാണ്. സത്യത്തിൽ ADGP ശ്രീ വിജയൻ ഇതിനെക്കുറിച്ചൊരു യാതൊരു വിവരവുമില്ല എന്നുള്ളത് വേണം കരുതാൻ. അധികം മാന്യയായ സ്ത്രീ എന്നുള്ള രൂപത്തിലായിരിക്കാം ഈ സ്ത്രീയോട് പെരുമാറുന്നത്. എന്തായാലും ഏഴുകോൺ പോലീസ് സ്റ്റേഷൻ എടുത്ത കേസിൽ ചാൾസ് എന്ന് പറയുന്ന ഒരാൾ കോടീശ്വരനാണ്, 2 സ്കൂളുണ്ട്, ബിസിനസ്സുണ്ട്, കോൺട്രാക്ടറാണ്, എല്ലാ കോടികൾ കൊണ്ട് അമ്മാനമിടുന്ന ആളാണ്. കൃത്യമായി ഇങ്ങനെ ഒരാളെയാണ്, യുവാവിനെയാണ് ഈ പറയുന്ന അനുപമ ട്രാപ്പിൽപ്പെടുത്തിയത്. അവസാനം ഗത്യന്തരമില്ലാതെ 10-38 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, മാനവും നഷ്ടപ്പെട്ടു എന്നുള്ള അവസ്ഥയിൽ അവരുടെ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പേടിപ്പിച്ചപ്പോൾ, കൃത്യമായി അതെല്ലാം പുറത്തു വിടുന്ന പേടിപ്പിച്ചപ്പോൾ അവസാനം ഗത്യന്തരമില്ലാതെ എന്തായി, ഈ ചാൾസ് പരാതിയുമായി കൊട്ടാരക്കര DYSP കൊടുക്കുന്നു. അത് ഏഴുകോൺ പോലീസ് സ്റ്റേഷൻ കൊടുക്കുന്നു. അവിടെ കൊടുത്ത മൊഴിയാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. ഈ ചാൾസ് ആരാണ് എന്നുള്ളത് വളരെ വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ എപ്പിസോഡിൽ ADGP ആരാണെന്നുള്ള അവരുടെ അദ്ദേഹത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്ത ദുരുപയോഗം ചെയ്ത വിവരമാണ് ഞാൻ പുറത്തുവിട്ടുള്ളത്. ഹലോ സാർ, ഇവിടെ ഇല്ല, തൃശ്ശൂരാ, അതുകൊണ്ടാ ഫോൺ എടുക്കാത്തത്. ഞാനപ്പോ കംപ്ലൈന്റ് ഗവൺമാനെ ഏൽപ്പിച്ചു. പുള്ളി കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ട് പുള്ളിയുടെ ഫോൺ നമ്പർ മേടിച്ചു. ഇന്ന് രാത്രി എത്തും, പറ്റി കഴിയുമ്പോൾ സാറിന്റെ അത് കൊടുക്കാന്ന് പറഞ്ഞു. ഞാനപ്പോ പോകുന്ന വഴിക്ക് പേരൂർക്കട സ്റ്റേഷനിലും കൂടെ ഇത് കൊടുത്തേക്കാം. ഫോൺ സംഭാഷണം കേട്ടല്ലോ, എന്തായാലും ഇത് കേൾക്കാം. അപ്പം ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കോൺട്രാക്ടറാണ്. വീട്ടിൽ രോഗിയായ അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമൊത്ത് താമസിക്കുന്നത്. എനിക്ക് 2019 മുതൽ പരിചയമുള്ള തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കട വടയില POയിൽ SFS അവന്യൂ ഫ്ലാറ്റ് 7Dയിൽ മാധവൻ മകൾ അനുപമ സന്ദീപ് എന്നയാൾ വധഭീഷണി മുഴക്കുകയും എൻ്റെ സാമ്പത്തികം തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഗുണ്ടയായി വൈശാഖുമായി ചേർന്ന് കുടുംബത്തെ മുഴുവനായി തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത വിവരം പറയാനാണ് ഞാൻ സ്റ്റേഷനിൽ വന്നത്. 2019 ഫെബ്രുവരി മാസത്തിൽ ഞാൻ JCI എന്ന അസോസിയേഷൻ്റെ കോട്ടയത്ത് വെച്ച് നടന്ന മീറ്റിങ്ങിലാണ് അനുപമയെ പരിചയപ്പെട്ടത്. ആ സമയത്ത് ഈ അസോസിയേഷനിൽ നിന്നും ഞാനും അവരും മെമ്പർമാരായിരുന്നു. അന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ തങ്ങളിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. പലപ്പോഴും ഞങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരുന്നു. പരിചയപ്പെടുന്ന സമയത്ത് ഭർത്താവ് ഗൾഫിലാണെന്നും വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നും പ്രാരാബ്ദങ്ങളുണ്ടെന്നും അവരുടെ പ്രശ്നങ്ങൾ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അവരുടെ സാമ്പത്തിക പശ്ചാത്തലവും പ്രശ്നങ്ങളും കേട്ട എനിക്ക് അനുഭവകമ്പ തോന്നുകയും അവർക്ക് കൂടി തൊഴിൽ കണ്ടെത്തുന്നതിന് പല ബിസിനസ് കാര്യങ്ങൾ അവർ എന്നോട് പറഞ്ഞതിൽ പ്രകാരം ഓൺലൈൻ ട്യൂഷൻ, വസ്ത്രങ്ങളുടെ എക്സ്പോ എന്നീ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ പലതവണയായി അവർക്ക് പണമായി നൽകിയിട്ടുള്ളതാണ്. ബിസിനസ് മെച്ചപ്പെട്ടാൽ ഉടനെ തിരിച്ചിടാമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്രകാരം അനുപമ ബിസിനസ്സുകൾ ആരംഭിക്കുകയും സാമ്പത്തികമായി മെച്ചപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി അനുപമ എന്നോട് അടുത്ത സൗഹൃദത്തിലാവുകയും ഉപദേശങ്ങൾ തേടുകയും ചെയ്തു. അപ്രകാരം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. പല സ്ഥലങ്ങളിൽ അനുപമയ്ക്ക് വസ്ത്രങ്ങളുടെ എക്സ്പോ നടത്തുന്നതിന് ഞാൻ പോയി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അനുപമ ആവശ്യപ്പെട്ട പ്രകാരം 2019 മുതൽ മുൻ മാസങ്ങൾ വരെ പലതവണകളായി 38 ലക്ഷം രൂപയോളം ഞാൻ നേരിട്ട് അവരുടെ കയ്യിൽ പണമായും ഗൂഗിൾ പേ വഴി 10,04,321 രൂപ ഗൂഗിൾ പേ വഴി എൻ്റെ ഡാഷ് നമ്പറിൽ നിന്നും അവരുടെ പല നമ്പറുകളിലുള്ള ഗൂഗിൾ പേയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. മിക്കപ്പോഴും അവർ അവരുടെ വാഹനത്തിൽ നെടുമ്പായിക്കുളം, ആറുമുറിക്കട, ചീരങ്കാവ് എന്നിവിടങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും വന്നും എന്നെ വിളിച്ചു വരുത്തിയുമാണ് ക്യാഷ് വാങ്ങിയിട്ടുള്ളത്. അവരുടെ ഭർത്താവ് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ചെക്ക് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കണ്ട് ചോദ്യം ചെയ്യുമെന്നും ഗവൺമെൻറ് ടാക്സ് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാണ് അവർ എൻ്റെ കയ്യിൽ നിന്ന് പണം നേരിട്ട് വാങ്ങിയിരുന്നത്. അതുകൂടാതെ ആക്സിസ് ബാങ്കിൻ്റെ കണ്ടറ ബ്രാഞ്ചിലെ എൻ്റെ ഡാഷ് അക്കൗണ്ടിൽ നിന്നും ഈ ബ്രാഞ്ചിലെ തന്നെ പേഴ്സണൽ കറണ്ട് അക്കൗണ്ടിൽ നിന്നും പലതവണയായി 3 ലക്ഷം രൂപയും അയച്ചു കൊടുത്തിട്ടുള്ളതും ചീരങ്കാവ് കാനറ ബാങ്കിൽ നിന്നും അനുമയുടെ പല ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പല തവണ ക്യാഷ് അയച്ചിട്ടുണ്ട്. 19/11/2024 അനുപമയുടെ പേരൂർക്കടയിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടായ ഡാഷ് നമ്പർ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപയും മുമ്പ് പല തവണകളിൽ ഈ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വഴി അനുപമയ്ക്ക് ഞാൻ പണം നൽകിയിട്ടുണ്ട്. അനുപമ 22 ലക്ഷം രൂപ ബാങ്ക് വഴി തിരികെ തന്നു. എങ്കിലും മുഴുവൻ തുകയും തിരികെ നൽകിയിട്ടില്ല. അനുപമയ്ക്ക് കൊല്ലത്ത് ഓക്സിജനിൽ നിന്ന് എൻ്റെ IDFC EMI കാർഡ് വഴി iPhone 15 Pro Max എടുത്ത് കൊടുത്തിട്ടുള്ളതാണ്. കൂടാതെ ലാപ്ടോപ്പ്, മൊബൈൽ എന്നിവ 29/9/2025 EMI ഇട്ട് ഞാൻ വാങ്ങിക്കൊടുത്തിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളെ എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ഞാൻ പല ചികിത്സകളിലും എന്ന സമയത്ത് ഞാൻ അനുപമയോട് എനിക്ക് തിരികെ തരാനുള്ള തുകയെപ്പറ്റി സംസാരിച്ചാൽ അവർ നേരസം പ്രകടിപ്പിക്കുകയും പണം തിരിച്ചറിയാൻ കൂടാക്കാതിരിക്കുകയും ചെയ്തു. ആ സാഹചര്യം ഞാൻ അവരോടുള്ള സൗഹൃദം കുറക്കുകയും പണം തിരികെ തന്നില്ലെങ്കിൽ ഞാൻ പോലീസിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്രകാരം എനിക്ക് 18/5/2026 ഡാഷ് നമ്പറിൽ നിന്നും വൈശാഖ് എന്ന് പരിചയപ്പെടുത്തിയ എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാൾ ഉച്ചയോടെ എന്നെ വിളിച്ച് അനുപമ വൈശാഖിനെ കൺസൾട്ട് ചെയ്തു
ചെയ്തിട്ടുണ്ടെന്നും 50 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നാണം കെടുത്തുന്ന പണി ചെയ്യുമെന്നും എന്നെ കൊന്ന് ശവം വീട്ടുകാർക്ക് ശവപ്പെട്ടിയിൽ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അനുപമയാണ് എനിക്ക് പണം തരാനുള്ളതെന്ന് വൈശാഖിനോട് ഞാൻ പറഞ്ഞപ്പോൾ 50 ലക്ഷം രൂപ മര്യാദയ്ക്ക് കൊടുത്തില്ല ജയിലിൽ കിടക്കുന്ന പണി ചെയ്യുമെന്നും അവ എന്നെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി. എന്നാൽ ഞാൻ ആ ഭീഷണിക്ക് വശമതനായില്ല. ഫോൺ ഞാൻ സ്പീക്കറിൽ ഇട്ടിരുന്നതിനാൽ അത് എൻ്റെ അച്ഛനും അമ്മയും കേൾക്കുകയും ഹൃദയസംബന്ധമായ അസുഖമുള്ളതിന് ചികിത്സയിലിരുന്ന് എൻ്റെ അച്ഛന് അസുഖം കൂടുകയും 19/5/2026 അച്ഛനെ കൊല്ലം മെഡിറ്ററേനിയ ആശുപത്രി പ്രവേശിക്കുകയും ചെയ്തു. ഞാൻ എന്നെ കരുക്കി ജയിലിലാക്കി നാണം കെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും പന്ന കഴിവരുടെ മോനെ, നാറി വേശ്യയുടെ മോനെ എന്നൊക്കെ മനുഷ്യർ കേട്ടറിയിക്കുന്ന വസബയോഗങ്ങൾ എന്നെ വിളിക്കുക. നിൻ്റെ പണം ഞാൻ തിരികെ നേരില്ലടാ, നിനക്ക് എന്തു ചെയ്യാൻ കഴിയും? പോലീസുകാർ ഞാൻ പറയുന്നതേ കേൾക്കുകയുള്ളൂ, നീ പോലീസ് സ്റ്റേഷനിലെ കോടതിയിലെ പോയിക്കോളൂ, അവരെന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നും എന്നോട് പറഞ്ഞു. അവർ എന്നെ ഇത്തരത്തിൽ അസഭ്യം വിളിച്ചത് ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ അനുജനും ഭാര്യയും വേട്ടതിൽ മാനസികമായി എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. തുടർന്ന് ഞാൻ വൈശാഖ എന്നയാളിനെ പറ്റി അന്വേഷിച്ചത് അയാൾ കൊലപാതക കേസിലെ പ്രതിയാണെന്നും പലരെയും ഇതുപോലെ ഭീഷണിപ്പെടുത്തിയെന്നും കബളിപ്പിച്ചും പണം തട്ടിയെടുക്കാറുണ്ടെന്നും ഇപ്പോൾ അനുപമയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ തൊട്ടടുത്ത ദിവസം 25/5/2026 തീയതിയിൽ വൈശാഖ എങ്ങനെയോ ഹൃദ്രോഗിയെ എൻ്റെ അച്ഛൻ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് അച്ഛൻ്റെ ഡാഷ് നമ്പറിലേക്ക് എന്നെ ഡാഷ് നമ്പറിൽ നിന്നും രാവിലെ 11:37 മണിക്ക് വിളിച്ചിട്ടുള്ളതും ആ ഫോൺ അമ്മ എടുക്കുകയും അയാൾ അമ്മയെ ഫോണിൽ ഭീഷണിപ്പെടുത്തിയ അസഭ്യങ്ങൾ പറയുകയും കൂടാതെ ഡാഷ് നമ്പറിൽ നിന്നും അച്ഛൻ്റെ നമ്പറിലേക്ക് വൈകിട്ട് 4:20 വിളിക്കുകയും സുകുമാരൻ എൻ്റെ അച്ഛനെടാ ഡാഷ് കൾവറി മോനെ ചെറ്റേ എൻ്റെ മകൻ ചാൾസ് എന്ന മകൻ 50 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അപമാനിക്കുമെന്നും അപായപ്പെടുത്തുമെന്ന് പറയാൻ. തുടർന്ന് അനുപമ എന്നെ ഫോണിൽ വിളിക്കുകയും കൂടാതെ എൻ്റെ ശവപ്പെട്ടിക്കുള്ള പൈസ 25,000 രൂപ വൈശാഖിന് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്കും കുടുംബങ്ങളും മരണഭയം ഉണ്ടാക്കുകയും ചെയ്തു. വൈശാഖ അനുപമയും ചേർന്ന് എന്നെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തും അപമാനിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്ന എനിക്ക് തരാനുള്ള പണം തിരികെ തരാത്തതിനാൽ ഫോണിൽ കൂടിയുള്ള അസഭ്യം പറച്ചിലും ഭീഷണിയും എനിക്ക് ജീവഭയം ഉണ്ടാക്കിയത് ഞാൻ 23/5/2026 ബഹുമാനപ്പെട്ട കട്ടാരക്കര റൂറൽ SP ഇത് സംബന്ധിച്ച് പരാതി നൽകി. ഈ പരാതി എഴുകോൺ പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് തന്നെ അയച്ചത് പ്രകാരം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അതിലേക്ക് കേസോ മറ്റു നടപടികളോ വേണ്ട എന്നും എനിക്ക് പണം തിരികെ കിട്ടുന്നതിന് അനുപമയും വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു. അത് പ്രകാരം അവരെ സ്റ്റേഷനിൽ നിന്ന് 24/5/2026 തീയതി ഫോണിൽ നിന്ന് 26/6/2026 തീയതി രാവിലെ 10 മണിക്ക് ഹാജരാകാൻ പറഞ്ഞിരുന്നു. എന്നാൽ അവർ ഹാജരാകാതിരിക്കുകയും 25/5/2026 എനിക്കെതിരെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസ് കൊടുത്തിട്ടുള്ളതും ആയത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആ കേസിലേക്ക് ഞാൻ ജാമ്യത്തിൽ വരുന്നതുമാണ്. അനുപമ എനിക്ക് ധാരാളം പണം തിരികെ തരാതെ വ്യാജ കേസുകൾ ഉൾപ്പെടുത്തി എന്നെ അപമാനിച്ചതിൽ വെച്ച് അവർക്ക് അന്യായവും ലാഭവും എനിക്ക് നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. മഹേസിന് പോയാൽ പൈസ കിട്ടാൻ കാലദിവസം വരും എന്ന് കരുതിയതിനാൽ അവർ എന്നെ ചതിച്ച് പൈസ കൈക്കലാക്കിയ ശേഷം വ്യാജ കേസ് എടുപ്പിക്കുകയും ഭയപ്പെടുകയും ചെയ്തതിനാൽ ഇപ്പോൾ പരാതി. അതായത് ഇവരുടെ വീഡിയോ അടക്കം എല്ലാം കാണിച്ച് ഉണ്ടെന്നും അതൊക്കെ പ്രചരിപ്പിക്കുമെന്നും ഫോട്ടോ ഉണ്ട് വീഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിലെഴുതിയത്. പിന്നെ ഇതിനകത്ത് ADGP വിജയൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിലും ഇതിൽ പോലീസ് എഴുതി ചേർത്തില്ല എന്നാണ് ഞാൻ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും ഇതിൽ ഇപ്പോൾ അനുപമയ്ക്ക് അറസ്റ്റ് വാറണ്ട്. അറസ്റ്റ് വാറണ്ട് തടഞ്ഞുകൊണ്ടുള്ള കാലാവധി കഴിഞ്ഞു കോടതിയിൽ നിന്ന്. ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്, പക്ഷേ പോലീസ് അനങ്ങുന്നില്ല. അതിപ്പം ADGP വിജയൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനിൽ അവർ രക്ഷപ്പെടുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ കാര്യത്തിന് ഞാൻ ADGP വിജയനെ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല. പകരം ഗൺമാനാണ് എടുത്തത്. അദ്ദേഹത്തോട് ചെറിയ വിവരങ്ങൾ പറഞ്ഞു. തിരിച്ച് എന്നെ വിളിച്ചിട്ടില്ല. തുടർന്ന് ഞാൻ വീണ്ടും വിളിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ ഈ കാര്യത്തിലെടുക്കും. അദ്ദേഹത്തെ പോലെ ബഹുമാന്യനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് ദുരുപയോഗം ചെയ്തിട്ടാണ് അനുപമ ഇത്തരത്തിലുള്ള ഹണി ട്രാപ്പ് നടത്തുന്നത്. പലരുടെയും കൂടെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാക്കി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അത് വെച്ച് അതൊക്കെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഹണി ട്രാപ്പ് നടത്തുന്നത് എന്നുള്ള വിവരങ്ങളാണ് ക്രൈമിനുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, അനുപമയെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ആദ്യത്തേതായി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് ആരാണ് ചാൾസ് എന്ന കോടീശ്വരൻ്റെ ആരാണ്, അദ്ദേഹം എങ്ങനെയാണ് ഇതിൽ പെട്ടുപോയത് എന്നുള്ള വിവരം വളരെ വിശദമായി അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. ഇതുവരെ കാത്തു നിൽക്കുക. നന്ദി, നമസ്കാരം.